ഞങ്ങൾ ഷാർജയിൽ നിന്നും അബുദാബിയിലേക്ക് മാറിയതിന് ശേഷം ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള കോർണിഷിൻ്റെ വ്യൂ ആയിരുന്നു. അത് ഞാൻ മുന്നേ ഇട്ട വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം എൻ്റെ അനിയത്തി അജ്മാനിലായതുകൊണ്ടും അവളുടെ ബാൽക്കണിയുടെ വ്യൂ ഇതുപോലെ ആയതുകൊണ്ടും നമ്മൾ വീക്കിലി അങ്ങോട്ട് പോകുമ്പം ശരിക്കും ഞങ്ങൾക്ക് ഷാർജയിൽ തിരിച്ചെത്തിയൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നേരെ അജ്മാനിലേക്ക് ഓടും. ഈ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ശരിക്കും അബുദാബി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു തിരക്കും ആ ഒരു കോർണിഷ് വ്യൂവും ഒക്കെയുള്ള ഞങ്ങളുടെ ഷാർജയിലേക്ക് തിരിച്ചു പോകാൻ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ വില്ല ലൈഫും അല്ലെങ്കിൽ ഈ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിൽക്കുന്ന ആ ഒരു ലൈഫും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെ കാര്യമല്ല കേട്ടോ, ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഇത്ര കാമും ക്വയറ്റും അത്ര താല്പര്യമില്ല. നമുക്ക് കുറച്ച് ചിൽ വൈബാണ് താല്പര്യം. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അജ്മാനിൽ പോയപ്പം അജ്മാനിൽ പാനൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാം വീഡിയോസും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഒരു പേര് കേട്ട് ഫെമിലിയറായിട്ട് പോയതാണ് പാനൂർ റെസ്റ്റോറൻറ്റ്. അവിടെ പോയിട്ട് അന്ന് നമുക്കൊരു ചീറ്റ് ഡേ ആയിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ ഏതെങ്കിലും ഒരു മീൽ ചീറ്റായിട്ട് എടുക്കാറുണ്ട്. ഇതുപോലെ നമ്മൾ വീക്കെൻഡിൽ എവിടേക്കെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരൊറ്റ മീലെങ്കിലും നമ്മൾ ചീറ്റായിട്ട് എടുക്കാറുണ്ട്. അപ്പം അന്ന് നമുക്കൊരു ചീറ്റ് മീലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളിപ്പോൾ ഡയറ്റിലാണ്. ഇപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല ഞങ്ങൾ ഡയറ്റിലാണെന്ന്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഡയറ്റിലായതുകൊണ്ടാണ് ഞാൻ ചീറ്റ് മീലാണെന്ന് പറഞ്ഞത്. അപ്പം അന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ഈ പോത്തുംകാലിൻ്റെ ബിരിയാണി ഇല്ലേ, അത് അവരുടെ ഒരു സ്പെഷ്യൽ മെയിൻ ഡിഷാണെന്ന് പറഞ്ഞു. അപ്പം അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഇക്കാക്ക് നോർമൽ മീൽസ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞുകൊണ്ട് അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നോർമൽ മീൽസിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഈ പോത്തുംകാലിൻ്റെ ബിരിയാണി തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എന്തായിരിക്കും പോത്തുംകാൽ ബിരിയാണി എന്നുള്ളത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഓർഡർ ചെയ്തതാണ്. പക്ഷേ സാധനം വന്നപ്പോൾ ഉണ്ടല്ലോ, അയ്യോ, ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നു ഗൈസ്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ആ പീസൊക്കെ നോക്കൂ, ഭയങ്കര സോഫ്റ്റായിരുന്നു. അപ്പം പാനൂർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഫലൂദയും കൂടെ വാങ്ങി. അന്നത്തെ ചീറ്റ് മീൽ അടിപൊളി.